മഗി, ഇന്ന് എത്ര കൊടുത്തു? ആർക്ക്? ആ പേപ്പർ കച്ചവടക്കാരന്. 25. ആകെ എത്ര കൊടുത്തിരിക്കുന്നു? 85. തിരിച്ചു കിട്ടുവോ? ഐ ഡോണ്ട് കെയർ. വൈ? എന്തിന് കണ്ടവർക്കൊക്കെ കാശ് കൊടുത്ത് നശിപ്പിക്കുന്നു? മാഗിയുടെ ആവശ്യത്തിൽ ചെലവാക്കാനല്ലേ ഞാൻ മാസം മാസം പണം തരുന്നത്. എനിക്ക് കിട്ടുന്ന ശമ്പളം ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെലവാക്കും. ഹൂ ആർ യു ടു ആസ്ക്? എന്റെ പണം ഞാൻ കൊടുക്കും, കൊടുക്കാതിരിക്കും. അത് നിനക്കെന്ത് വേണം? യു ഗോ ടു സെന്റ് തോമസ് മൗണ്ട്, എന്നിട്ട് അന്വേഷിക്കൂ മാഗിയെ പറ്റി. മാർഗരറ്റ് എങ്ങനെ ജീവിച്ചുവെന്ന് അവിടുത്തുകാർ പറഞ്ഞു തരും. ജസ്റ്റ് ലൈക്ക് എ ക്വീൻ. ക്വീൻ ഇവിടെ നിറയ്ക്കോട്ടെ കാണാം. മഹാറാണിയുടെ 51 വയസ്സ് വരെ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടും ഞാൻ ജീവിച്ചു. ആയിരക്കണക്കിന് പണം സമ്പാദിച്ചു, ഒക്കെ ചെലവാക്കി. ഇനിയും സമ്പാദിക്കും, ചെലവാക്കും. മനസ്സിലായോ? നീ എന്നെ ഉപദേശിക്കാൻ വരരുത്. വില്യം പോലും എന്നെ ഉപദേശിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഐ ആം മാഗി, മാർഗരറ്റ് തോംസൺ. യു അണ്ടർസ്റ്റാൻഡ്? Good morning, sir. Mr. Shyam is coming, sir. ഗുഡ് മോർണിംഗ് സർ. Hello, Mr. Shyam. She is a new recruit, sir. Miss Mary Hans. മിസ്റ്റർ ശ്യാം കോടീശ്വരനാണ്. ഗോൾഫ് സീസണിലും കുതിരപ്പന്തയത്തിനും ഇവിടെ വരും. മിസ്റ്റർ ശ്യാം എന്നാൽ ഇവിടെ ഉത്സവമാണ്. ഹീസ് എൻ ജെന്റൽസ് മാൻ. ഹലോ റിസപ്ഷൻ. ഓക്കെ സർ. യെസ് ഓക്കെ. മിസ്റ്റർ ശ്യാം വാണ്ട്സ് ടു ടോക്ക് ടു യു. ഹലോ, ഐ എം മേരി ഹാൻസ് ഹിയർ. നോ സർ, ഐ എം സോറി, ടുഡേ ഐ എം നോട്ട് ഫ്രീ. മിസ്റ്റർ ശ്യാം എന്ത് പറഞ്ഞു? വാട്ട് ഹാപ്പൻ? അയാള് ഇന്ന് നൈറ്റിന് ഡിന്നറിന് വിളിച്ചു. ഗുഡ് ഗ്രാഷ്യസ്, യു ആർ ലക്കി മേരി. എന്നിട്ട് നീ എന്ന് പറഞ്ഞു? കേട്ടില്ലേ? പറ്റില്ല. യു ആർ എ ഫൂൾ മേരി. ഇത്തരം ഒരു ഇൻവിറ്റേഷന് വേണ്ടി എത്ര പെൺകുട്ടികൾ കൊടുക്കുന്നുണ്ടെന്ന് അറിയാമോ? ഷൈനി, ഐ ആം മേരി ഹാൻസ്. വെയിറ്റ് പാമല, കഴിഞ്ഞ തവണ വന്നപ്പോ നീ എനിക്ക് രൂപ തന്നില്ല. ഇത്തവണ ഞാൻ നേരത്തെ എടുക്കുന്നു. ഓൺലി 50 rupees. മേരി അയക്കുന്ന പണം വീട്ടു ചെലവിനെ പോലും തികയുന്നില്ല. എന്റെ ചെലവും വീട്ടു ചെലവല്ലേ? ഇത് കണ്ടോ, ലോണിൽ പണം തട്ടി പറിച്ചു. ഐ ഡോണ്ട് ലൈക്ക് ടു ഹിയർ. നീയല്ലേ വീട്ടുകാരി? നിന്റെ പേർക്കല്ലേ മേരി പണം അയക്കുന്നത്? നീ തന്നെ ഭരിച്ചോ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഹായ് സനി. ഹായ് ടീന. പാമല, ഇതാ നീ ചോദിച്ച പണം. വേണ്ട ജോണി, ചേച്ചി അയച്ച രൂപ കിട്ടി. അപ്പോ നിനക്കെന്റെ പണം വേണ്ട അല്ലേ? ഇപ്പൊ വേണ്ട ജോണി. ഇതുപോലെ ചേച്ചി അയച്ച സുന്ദരനും പണക്കാരനുമായ ഒരു ചെറുപ്പക്കാരനെ കിട്ടുമ്പോൾ പാമല പറയുമോ ജോണി വേണ്ട, എനിക്ക് ചേച്ചി അയച്ച ഒരാളെ കിട്ടിയെന്ന്? ജോണി, അങ്ങനെയാണ് എന്നെ കരുതിയിരിക്കുന്നത്. ഞാൻ തമാശ പറഞ്ഞതല്ലേ. പിന്നെ വരാം. നീ ഞങ്ങളുടെ മതത്തിൽ ചേർന്നാൽ യാതൊരു പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ നിനക്കൊരു നല്ല പേര് കണ്ടു വെച്ചിട്ടുണ്ട്, നസീറ. ഹൗ ഈസ് ഇറ്റ്? ഹലോ. പ്ലീസ് സൈൻ ഹിയർ. ഷൈനി സ്പീക്കിംഗ്. ഓ യു. Which picture? I saw the picture. No, not like that. Yeah. So any movies? Don't be silly. I will come in. Yes. Can I help you, sir? Beautiful. I mean, that statue. Okay. See you. ഞാനിന്ന് ഈ മുറിയിലാണ് ഉറങ്ങുന്നത്. മേരി,
Why? Don't you love me? I love you. Then? Not now. You should wait. 1.5 വർഷം ഞാൻ കാത്തിരുന്നു. അല്പം കൂടി കാത്തിരിക്കൂ. Let us get married first. ഒരു വെപ്പാട്ടിയല്ല, ഭാര്യയാകാനാണ് എന്റെ ആഗ്രഹം. I am sorry. Good night. இனி போற இடத்துல எத்தனை பேர் இருப்பீங்களோ விடுங்க. விட மாட்டேன். முடியாது. അല്ലോ ഇതാരും മിസ്സിയാ, കണ്ടിട്ട് ഒരുപാട് നാളായല്ല. മമ്മദിന്റെ മോന്റെ അസുഖം മാറിയോ? ഓ അത് പോക്കാ മിസ്സി. എവിടെ എന്റെ റുപ്പീസ്? 84 റുപ്പീസ് തരാം മിസ്സി, അടുത്ത ആഴ്ച ഉറപ്പായിട്ടും തരാം. നമ്മളോടൊന്നും തോന്നരുത് മിസ്സി. ഈ വൈക്ക് വെറുതെ ഒരു ഈവനിങ് വാക്ക്. മമ്മദും വരൂ. അല്ലോ ഞമ്മള് വായിക്കണൊന്നും വാ മമ്മദ്, പ്ലീസ് കം ഓൺ. കൈ വിട്. മമ്മദ് ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ഞമ്മള് വന്നിട്ടില്ല. ഞാനും വില്യമും എല്ലാ സൺഡേയിലും ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കും. മിസ്സി ഞമ്മക്ക് പോണം, മോൻ ഒറ്റക്കൊള്ളു വീട്ടില്. ഇരിക്കും മമ്മദ്. ഞാനും വില്യമും പാതിരാത്രി വരെ ഇവിടെ ഇരുന്ന് സംസാരിക്കും. വില്യമിന് സ്ഥലമൊക്കെ എന്തിഷ്ടമായിരുന്നെന്നോ. ഞമ്മള് പോണം. ഇരിക്കും മമ്മദ്. പിന്നെ മിസ്സി ഞമ്മക്ക് കെട്ടുള്ള ഒരു മോനുണ്ട്. നിങ്ങളെ വേണ്ടാ നേരത്തിന് ഞമ്മളെ കിട്ടൂല, അതിന് വേറെ ആളെ നോക്ക്. മമ്മ നമ്മുടെ വിവാഹം കഴിഞ്ഞെന്നാ എന്റെ വീട്ടുകാർ വിശ്വസിക്കുന്നത്. നമ്മുടെ അയൽക്കാരുടെ താരനും അതല്ലേ. അപ്പോ അവർ ഈ കല്യാണത്തിന് ക്ഷണിക്കുന്നത് ശരിയാണോ? എന്നാൽ വേണ്ട, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. വള്ളി വെച്ച് നടത്താൻ എനിക്കിഷ്ടം. എങ്കിൽ നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഇപ്പൊ പറയില്ല, നീ വേഗം മാർക്കറ്റിൽ പോ. മട്ടൻ, ചിക്കൻ, ഫിഷ്, പുഡിംഗ് എല്ലാം ഉണ്ടാക്കണം. ഇനി ഒരാളും കൂടി ലഞ്ചിനുണ്ടാവും. ആര്? മൈ വുഡ് ബി ഹസ്ബൻഡ്. ആരാണ് അയാൾ? സ്റ്റാൻലി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കല്യാണമൊക്കെ തീരുമാനിച്ചു. എന്നാണ്? അടുത്ത വ്യാഴാഴ്ച. ഓ ഐ സീ.